നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനശ്വരനായ ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജയൻ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കൊല്ലം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ കെ പ്രസാദ് സാറാണ് ഇന്ന് ജയൻ സ്മരണയിൽ. ഈ ചടങ്ങിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ പ്രോഗ്രാമിൽ കൂടി അവതരിപ്പിക്കുന്നത്. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ തീർച്ചയായും ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അറിയിച്ചുകൊള്ളുന്നു. അനശ്വര സിനിമാ നടൻ ജയൻ കൊല്ലത്തിൻ്റെ സ്വന്തമാണ്. അദ്ദേഹം വിട പറഞ്ഞിട്ട് 40 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ 2017 കൊല്ലത്ത് ജില്ലാ പഞ്ചായത്തിൽ ചാർജ് എടുക്കുമ്പോൾ ആ വർഷത്തെ പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു അവസരത്തിലാണ് നിലവിലുണ്ടായിരുന്ന ഒരു ഹാൾ അത് ഇതിന് മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അത് നവീകരിക്കുന്നതിന് വേണ്ടി ആദ്യം 1,03,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ആ ഹാൾ നവീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പുതിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളും പിന്നെ ഉഡൻ പാനലിങ്ങും മറ്റ് അനുബന്ധ സിവിൽ വർക്കുകൾ, ഇലക്ട്രിക്കൽ വർക്കുകൾ, AC, അതേപോലെ തന്നെ ജനറേറ്റർ തുടങ്ങിയ വർക്കുകളെല്ലാം കൂടെ എടുത്തപ്പോൾ ഈ തുക എന്ന് വിളിക്കുന്നത് 1,03,00,000 എന്ന് വിളിക്കുന്നത് 1,73,00,000 രൂപയായിട്ട് മാറി. അതിനിടയിൽ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു യോഗത്തിൽ വെച്ച് കൃത്യമായിട്ടും നമ്മുടെ കൊല്ലത്തുകാരുടെ സ്വന്തമായിട്ടുള്ള ജയൻ സാറിൻ്റെ പേരിലുള്ള ഒരു സ്മാരകം യഥാർത്ഥത്തിൽ സർക്കാർ തലത്തിൽ അംഗീകരിക്കപ്പെടേണ്ട വലിയ അതുല്യനായിട്ടുള്ള ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഒരു സിനിമാ താരം, ജീവിതത്തിൻ്റെ ഏറ്റവും കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു നക്ഷത്രം പോലെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് മുന്നിൽ വെച്ച് പൊലിഞ്ഞുപോയ ഈ സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ ജീവിതം സമർപ്പിക്കേണ്ടി വന്ന ഒരു അതുല്യനായിട്ടുള്ള നടൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ നാളിതുവരെ ഇത്തരത്തിലുള്ള ഒരു സ്മാരകം സർക്കാർ തലത്തിലോ അല്ലാതെയോ ഇവിടെ ആകെയുള്ളത് ജയൻ്റെ പേരിലുള്ള കുറച്ച് ചെറുപ്പക്കാരും ക്ലബ്ബുകാരും ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വെങ്കല നിറത്തിലുള്ള ഒരു പ്രതിമ അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിനുള്ളിൽ നിൽക്കുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേരളത്തിൽ മറ്റ് തരത്തിലുള്ള ഔദ്യോഗിക സ്മാരകങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആദരവർപ്പിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ബഹുമാനത്തോട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ജയൻ സ്മാരക ഹാൾ എന്നുള്ള രൂപത്തിൽ ഈ ഹാൾ മാറ്റിയെടുക്കണം എന്നുള്ളത് ഞാൻ കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കുകയും ആ കമ്മിറ്റി ഐകകണ്ഠേന കൊല്ലം ജില്ലാ പഞ്ചായത്ത് യോഗം ഇത്തരത്തിലുള്ള ഒരു സജഷൻ കിട്ടിയപ്പോൾ ആ സജഷനെ ഉൾക്കൊള്ളുകയും ചെയ്തു. അപ്പോൾ അത് പ്രകാരമാണ് 1,73,00,000 രൂപയോളം ഇപ്പോൾ ചെലവഴിക്കേണ്ടി വന്നു. ആർട്കോ ലിമിറ്റഡാണ് ഈ വർക്ക് ചെയ്ത് പൂർത്തിയാക്കി തന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഇരിപ്പിട സംവിധാനവും ഈ സെൻട്രലൈസ്ഡ് AC അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 5 അടി ഉയരമുള്ള ഒരു എണ്ണച്ചായ ചിത്രം പ്രമോദ് പുലിമലയിൽ എന്ന് വിളിക്കുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് നമ്മൾ വരപ്പിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട MLA ശ്രീ M. മുകേഷ് സിനിമാ താരം കൂടിയാണ് അദ്ദേഹമാണ് ഇന്നിവിടെ അനാച്ഛാദനം ചെയ്തത്. തീർച്ചയായിട്ടും നല്ല ഗംഭീരമായിട്ടുള്ള രൂപത്തിൽ ഈ വർക്ക് എന്നുമെന്നും പിന്നെ ജയൻ സാറിൻ്റെ ഒരു ഓർമ്മ നിലനിൽക്കുന്ന രൂപത്തിൽ നടത്തിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം നമ്മുടെ മനസ്സിനുണ്ട്. തീർച്ചയായിട്ടും കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു ശ്രമത്തിൽ ഉദ്യമത്തിൽ പങ്കാളിയായതിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജയൻ എന്ന് വിളിക്കുന്ന അതുല്യ സിനിമാ താരത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ആശംസയും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ഈ ചടങ്ങിന് കിട്ടി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ചടങ്ങ് നടത്തിയത്. വലിയ ഒരു ബഹുജന പങ്കാളിത്തത്തോടു കൂടി നടക്കാണ്ടിരുന്ന വലിയൊരു ചടങ്ങ് എങ്കിലും അതിൻ്റെ ഗൗരവം ചോർന്നു പോകാതെ നല്ല രൂപത്തിൽ നടത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞാനടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളുടെ ഒരു പ്രതീക്ഷ.